ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛന് വീട്ടിൽ തന്നെ, കാല് തളർന്നതാണ്. അച്ഛൻ എന്താ ശരിക്കും പറ്റുക, അതും കൂടെ ഒന്ന് പറയാമോ? തളർന്നതാണ്, എന്തോ ബിൽഡിങ്ങിന് പണിക്ക് പോയപ്പോ അങ്ങനെ എന്തോ തരിപ്പ് കേറിയിട്ട് പെട്ടെന്ന് ഇതായിരുന്നു. അരക്ക് താഴോട്ട് തളർന്നു പോയി. ചികിത്സിക്കാൻ ഒന്നും ചെയ്തില്ല? കൊറേ സ്ഥലത്ത് കാണിച്ചതാ, ഇതായിട്ടില്ല, മാറിയില്ല. വീട്ടിലപ്പോ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, അനിയത്തി. വീട്ടിലോട്ടുള്ള വരുമാനമൊക്കെ? അതമ്മ കൂലി പണിക്ക് കിട്ടുമ്പോ. എന്താവാൻ ആഗ്രഹം? അങ്ങനൊന്നുമില്ല. ഗായികൊന്നും ആവണ്ടേ? ഗായികയാവാനാണ് ആഗ്രഹം. ആരാണ് ഇഷ്ടപ്പെട്ട ഗായിക രേണുകയുടെ? ചിത്ര ചേച്ചി. ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണല്ലോ കൂടുതലും പാടുന്നത്. അതെ. ഈ ആരാധന കൊണ്ടാണോ? കൂടുതലും മെലഡീസ് ആണോ സെലക്ട് ചെയ്യുന്നത്? പാട്ട് പാടാൻ ഒരു കഴിവുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതൊക്കെ ആരാ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ലേ? എനിക്ക് പാട്ട് ഞാൻ അത്ര പാടാറില്ല, ഡാൻസിനോടായിരുന്നു താല്പര്യം. പിന്നെ ജോർജ് കോര സാറ് വന്നപ്പോഴാണ് അച്ഛനെ പാടിപ്പിക്കാനാണ് വന്നത് വീട്ടിലേക്ക്. അങ്ങനെ പിന്നെ എന്റെ മോളും പാടും, ഒന്ന് റെക്കോർഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ആരാണ് ജോർജ് കോര സാറ്? അത് എൽസ മീഡിയ ട്രൈബൽ മ്യൂസിക് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കി എന്തുണ്ടായി? അങ്ങനെ പാടി പിന്നെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തു. എത്ര പേര് ഇപ്പൊ കണ്ടെന്നറിയാമോ? നോക്കിയിട്ടില്ല. ഏറെക്കുറെ കേരളത്തിലെ ഒരു 10% ആളുകളും രേണുക പാടിയ പാട്ടുകളെല്ലാം ഇപ്പൊ കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് മനോഹരമാണ്. കമന്റുകളൊക്കെ വായിച്ചിട്ടുണ്ടോ? കമന്റ് നോക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഓർക്കൊന്നുമില്ല, നോക്കി പോയത് മാത്രം. കമന്റുകൾ നോക്കിയപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഒക്കെ കൂടിയോ? കുറച്ചൊക്കെ. എത്ര കൂടി? 1000-ന്റെ മേലെ കടന്നിട്ട്. 1000-ന് മേലെ കൂടി? ഒറ്റയടിക്കൊന്നുമല്ല, പതുക്കെ. എന്നോട്ടാണ് ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? അത് വൈറലായ ശേഷം. വൈറലായ ശേഷം? അതിന് മുമ്പ് എങ്ങനെ വൈറലാവാനുള്ള പാട്ട് എങ്ങനെ പഠിച്ചത്? അത് പിന്നെ അമ്മ പറഞ്ഞതാ, തങ്കത്തോണി പാട്ട് നീ പഠിച്ചതല്ല, ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പാടി. സോഷ്യൽ മീഡിയയിൽ ഇടാൻ അമ്മ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. അതാരുടെ ഐഡിയ? ജോർജ് കോര സാറാണ്. ജോർജ് കോര സാറാണല്ലോ എല്ലാത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. സാറാണോ ഉള്ളിലെ ഗായികയെ തിരിച്ചറിഞ്ഞത്? അതെ. ആദ്യമായിട്ട് പാട്ടുപാടി കേട്ടിട്ട് സാർ എന്താ പറഞ്ഞത്? സാറ് റെക്കോർഡിങ് കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു, പിന്നെ ഇത് സൂപ്പർ ആയിട്ടുണ്ട് പാട്ട്, പാടാമോ? തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീലക്കൊമ്പിളിൽ മുല്ലാപ്പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ,